ഓക്കെ. അപ്പം എല്ലാവരും നല്ല സുഖമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ രാവിലെ അല്ലേ? ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും? അതോ ഇപ്പോഴും ചൂട് തന്നെയാണോ? തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് സെഷനിലേക്ക് പോവാം. സോ ഞങ്ങൾക്കറിയാം ഇന്ന് നമുക്ക് പുതിയൊരു ട്രെയിനറാണ് സെഷൻ എടുക്കാൻ പോകുന്നത്. മൊയ്തീൻ ഷാ എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ്. എൻ്റെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ സഫ മിഡ് കെയർ ഹോസ്പിറ്റൽ കാടാമ്പുഴയിലെ ജനറൽ മാനേജർ ആയിട്ടുള്ള മൊയ്തീൻ ഷാ ആണ് നമുക്ക് ഇന്ന് സെഷൻ എടുക്കുന്നത്. ടോപ്പിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പറയാറുണ്ടല്ലേ, എന്താ കണ്ണാടിയെ വെച്ചിട്ട് ഒരുപാട് പഴഞ്ചൊല്ല് നമ്മൾ പറയാറുണ്ട് ഇല്ലേ? യെസ്. ഓക്കെ. അപ്പം ഈ കണ്ണാടി എന്നൊരു ടോപ്പിക് ബേസ് ചെയ്ത് എന്താണ് നമ്മുടെ മൊയ്തീൻ ഷാ സാറിന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മൊയ്തീൻ ഷാ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് ആൾ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖമാണ് സാർ. ഗുഡ് മോർണിംഗ്. ഓക്കെ. ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ എല്ലാവരും ക്യാമറ ഓഫ് ആണല്ലേ? പ്രയാസമില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ക്യാമറ ഓൺ ചെയ്യും. ഓക്കെ, എന്നെ അങ്ങോട്ട് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു ഞാൻ ഇന്നത്തെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട്, ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ഞാൻ വളരെ കുറഞ്ഞ ദിവസം മുന്നെയാണ് അറിഞ്ഞത്. പക്ഷെ ഞാൻ കൂടുതൽ നിങ്ങളെ കുറിച്ചിട്ട് എനിക്ക് യാതൊരു അറിവുമില്ല. ഞാൻ ഇന്ന് കയറിയിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് നിങ്ങളടുത്തുള്ള റിക്വസ്റ്റ്, എൻഡ് ഓഫ് ദ സെഷനിൽ നിങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ആരെങ്കിലും ഒരാളൊന്ന് നന്നായിട്ട് പറയണമെന്നും എനിക്ക് കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് അറിയണമെന്നും താല്പര്യമുണ്ട്. ഓക്കെ. എനിവേ, ഇതിന്റെ സംഘാടകർക്ക് ഞാൻ ഒരു ഏറ്റവും നല്ലൊരു ക്ലാപ്പ് നൽകിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു മോർണിംഗ് സെഷൻ തുടങ്ങുന്നത്. കാരണം ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മയെ വളർത്തി വലുതാക്കുക, ഇത് കൊണ്ട് വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടെ ഇത് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ അധികം ഒരു നമുക്ക് എഫക്റ്റീവാണ്. അതിലുപരി ഭയങ്കര ഒരു ടാസ്ക്കാണ്. എന്തായാലും അതിന്റെ സംഘാടകർക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ സ്നേഹം നന്ദി അറിയിക്കുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് ചാറ്റ് ബോക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. നിങ്ങൾ ക്യാമറ എല്ലാവരും ഓൺ ആക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് ഓർ നോ എന്ന് പറയാൻ കഴിയുമോ? ഓക്കെ, നോ ആണല്ലേ? യെസ് ഉണ്ട്. ഓക്കെ. നിങ്ങളുടെ മുഖം തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ മുഖം ഒന്ന് ക്യാമറയിൽ ഒന്ന് നോക്കുമോ? ബഷീർ ഖാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖമായിട്ട് പോകും. എങ്ങനെയുണ്ട്? ക്യാമറയിൽ നോക്കിയിട്ട് അടിപൊളിയാണ്. ക്യാമറ സ്ഥിരമായിട്ട് നോക്കുന്നതല്ലേ? ക്യാമറയും കണ്ണാടി സ്ഥിരമായിട്ട് നോക്കുന്നതല്ലേ? എന്താ നിങ്ങൾക്ക് ഈ ഇന്ന് നോക്കുന്ന, ഇപ്പൊ രാവിലെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഉള്ളേ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീല് തോന്നുന്നുണ്ടോ? ഓ, നല്ല ഫീലിംഗാ. യൂണിവേഴ്സ് നല്ല ആരോഗ്യം തന്നിരിക്കുന്നു. പ്രാഥമിക കർമ്മങ്ങളൊക്കെ വൃത്തിയായി ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്. ഇതൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ. അപ്പൊ ഇതിന്റെ ഗ്രാറ്റിറ്റ്യൂഡിലാണ് നമ്മളിപ്പോ. ഓക്കെ, താങ്ക് യു ബഷീർ ഖാൻ. ഒന്ന് എല്ലാരും നന്നായിട്ടൊന്ന് ചിരിക്കോ? ചെയ്യാം. എല്ലാരും ചിരിക്കുന്നുണ്ടാ? കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ഫുള്ള് ചിരിയായിരുന്നു. ചിരിന്റെ എക്സസൈസ് ആയിരുന്നു അന്ന്. ഞങ്ങൾ 24 hours ചിരിയായിരുന്നു, ശനി ഞായർ. ഓക്കെ. ശനി ഞായർ ഫുള്ള് ചിരിയായിരുന്നു. എന്താ നിങ്ങളുടെ മീറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നാ? വെരി ഗുഡ്. അതിലും നല്ലൊരു വേറൊരു ചാൻസ് ഉണ്ടാവില്ല അത്രയും നന്നായി ചിരിക്കാനല്ലേ? ഓക്കെ, ചിരിക്കുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫേസില് ഒരു വിജയിച്ച ഒരു സമയത്തുള്ള ഒരു അനുഭവം, ഒരു മുഖ ഫേസ് ഒന്ന് കൊണ്ടുവരാൻ കഴിയും? ഞാനിങ്ങനെ ജയിച്ചിരിക്കുകയാണെന്നുള്ള. അപ്പോഴും ശരി തന്നെയാണ് വരുന്നല്ലേ? ചിന്തിക്കുന്നൊരിതോ?
വെരി ഗുഡ്, വെരി ഗുഡ്. ശരിക്കും പോലെ നിങ്ങൾക്ക് സിനിമയിൽ ട്രൈ ചെയ്തിട്ട് വെച്ചെങ്കിൽ മുന്നേ സിനിമയിൽ കിട്ടിയിരുന്നു കേട്ടാ. കോൺഫിഡന്റ് ആയ ഒരു പോസ്റ്റ് കിട്ടും, കോൺഫിഡന്റ് ആയത്. വെരി ഗുഡ്. വൗ. ബഷീർ ഖാനെ മാത്രം ഞാൻ കാണുന്നുള്ളൂ കേട്ടാ. വളരെ കുറഞ്ഞ ആളുകളെ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളൂ. എനിവേ താങ്ക് യു വെരി മച്ച്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മിറർ എന്നുള്ളത് നമ്മളുടെ ഒരു സെൽഫ് അവയർനെസ് എന്നുള്ളതാണ്. ഇപ്പോ ബഷീർ ഖാനെ പോലെ എത്ര ആളുകൾ ഇതിൽ സത്യസന്ധമായിട്ട് പറയും എന്നുള്ളതാണ് ഒരു വലിയ ടാസ്ക്. നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെഷനുകൾ ഒക്കെ അറ്റൻഡ് ചെയ്ത് വളരെ കോൺഫിഡന്റ് ആയി ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് ഈ ട്രെയിനിങ് സെഷനിൽ ഇരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ട്രെയിനിങ് സെഷൻ തുടങ്ങുന്നത്. കാരണം ഒരു 5:30 മണിക്ക് കൃത്യമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരിക, നിർദ്ദേശങ്ങൾ നൽകുന്നത്. നമ്മൾ മെഡിറ്റേഷൻ ആണെങ്കിൽ മെഡിറ്റേഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുന്നു. അതിനുശേഷം വളരെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടെ നമ്മളൊരു ട്രെയിനിങ് സെഷനിൽ നിൽക്കുന്ന ആളുകളെടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. അത് നമ്മൾ എത്ര ആളുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് മെസ്സേജിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയുമോ? ഞാൻ ചെയ്യാറുണ്ടെന്നോ അല്ലെങ്കിൽ യെസ് നോ ഒന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ മൈക്കോൺ ആക്കിയാലും കുഴപ്പമില്ല. മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. യെസ്. ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മള് കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ആ നമ്മളെ കൊണ്ട് കഴിയും പോലെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്ലൈ ചെയ്യാറുണ്ട്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഇതിൽ കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന ആളുകളാണ്. ഓൾറെഡി ഞാനത് എന്തായാലും ഈ ഒരു ഇന്നത്തെ സെഷനിൽ വരുന്ന ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് അത് ചെയ്യുന്ന ആളുകളായിരിക്കും എന്നുള്ളൊരു ഉത്തമ ധാരണ ഉണ്ട്. പക്ഷെ ഈ ഒരു ഞാൻ തരുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഫാമിലിക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഒരുപാട് ട്രെയിനിങ് സെഷൻ ആയാലും മറ്റുള്ളവരിലേക്ക് നിന്നുള്ള അറിവുകളായാലും ഒക്കെ നമ്മൾ ഒരുപാട് നേടിയിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. നമ്മളതിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം, അല്ലെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ള നിലക്ക്. അപ്പൊ അത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെഷനുകളൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അത് ചെയ്യാത്ത ആളുകൾ കൃത്യമായിട്ട് നമ്മളുടെ സമയം ഇന്ന് തുടങ്ങണം എന്നുള്ളതാണ്. ആക്ഷൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഈ നമ്മളുടെ കണ്ണാടി എന്ന് പറയുന്നത് നമുക്കിപ്പോ നിലവിൽ നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു ക്യാമറയാണ്. ഇതിൽ നോക്കിയാൽ നമ്മൾ നമ്മളുടെ മനസാക്ഷിന്റെ അടുത്ത് നമ്മൾ ചോദിക്കണം, നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ കിട്ടിയിട്ട് എന്റെ പോരായ്മകൾ നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ ഈ ട്രെയിനിങ്ങിന് ഇരിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ലഭിക്കാനാണ്. പക്ഷെ നമുക്ക് ലഭിക്കുന്നുണ്ടാവും, പക്ഷെ അത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. നമ്മൾ ഒരു ആർക്കെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അടുത്ത ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്ന ഒരു 1-2 ആക്ഷൻസ് ഒന്ന് പറയാനോ അതല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാനോ കഴിയുമോ? ആക്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റീഡിങ് ആണ്. കുറച്ചായി വായന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ സെഷൻസ് ഒക്കെ പങ്കെടുത്തത് കൊണ്ട് പിന്നെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് അതുപോലെ തന്നെ ദ സീക്രട്ട് എന്നുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് ആണ് പെട്ടെന്ന് തന്നെ അത് വായിക്കുന്നത് ആഗ്രഹമുണ്ട്. യെസ്, വെരി ഗുഡ്. ദെൻ മിസ്ഹബ് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു. മിസ്ഹബിന് എന്തെങ്കിലും പറയാനുണ്ടോ? മിസ്ഹബ് റേഞ്ച് കട്ടാകുന്നുണ്ടോ? സംശയം, വോയിസ് കട്ടാകുന്നുണ്ട്. ഞാന് അതുപോലെ തന്നെ ഞാൻ ബുക്ക് വാങ്ങിച്ചു. അപ്പൊ എനിക്ക് അത് വായിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സാധാരണ വായിക്കുന്ന ആളാണോ നിങ്ങള്? അതെ, വായിക്കുമ്പോ അതിന് സമയം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ സമയത്ത് കിട്ടാറില്ല. അപ്പൊ ഇന്ന് എന്തായാലും വായിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. ഓക്കെ.
മറ്റുള്ള ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനുള്ളോ? എന്താണ് നമ്മൾ ഈ അടുത്ത ദിവസത്തിൽ തുടങ്ങാൻ പോകുന്ന എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്? പ്രോക്രാസ്റ്റിനേഷനിൽ മാറ്റം വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ ഒരു പരിധി വരെയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സാധിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. നിലവിൽ ഉള്ള ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. കുറച്ചൊക്കെ ആളുകൾ വായിക്കാൻ പ്ലാൻ ചെയ്തവരുണ്ട്, പുതിയ ബുക്ക് വാങ്ങിച്ചു വെച്ച ആളുകളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് ഞാൻ നിങ്ങൾ എടുത്ത് പറയുന്നത്, നമ്മൾ ഈ പറയപ്പെട്ട പോലെ നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിൽ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ നമ്മൾ നീട്ടിവെക്കാതെ തീർച്ചയായിട്ടും നമുക്കൊരു കൃത്യമായിട്ടുള്ള ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിലേക്ക് നമ്മൾ അതിന്റെ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. അതിന് സമയം വൈകരുത്. ആക്ഷൻസ് ആണ് നമ്മൾ നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു കാര്യം. അത് നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്നെ കൊണ്ട് കഴിയും എന്നുള്ള തരത്തിൽ ഞാൻ നിർബന്ധമായിട്ട് ഇത് നമ്മളുടെ സമയമാണ്. ഇപ്പൊ ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് ആണ് നമ്മളെ കോൺഫിഡന്റ് ആയിട്ട് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഗോളിലേക്ക് എത്താൻ കഴിയുക. ആ ഒരു ഗോള് നമ്മൾ എത്തി എന്ന് തോന്നുന്നു. നമുക്ക് പലപ്പോഴും വിജയം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ കാണാൻ കഴിയാത്തൊരു സാധനമാണ്. നമ്മൾ ആസ്വദിക്കുന്ന ഒരു സാധനമാണ് ഈ വിജയം എന്ന് പറയുന്നത്. അപ്പോ നമ്മളിങ്ങനെ വിജയിക്കും എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഇനിയും വിജയിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് ഉള്ളിലൊക്കെ തോന്നുമെങ്കിലും പുറത്ത് നിന്ന് നമ്മളെ വിലയിരുത്തുന്ന ആളുകളാണ് സത്യത്തിൽ നമ്മൾ വിജയിച്ച ആളാണോ, എന്താണ് നമ്മളുടെ സ്ഥിതി എന്നൊക്കെ കുറച്ചും കൂടെ നമ്മളെക്കാട്ടും കൂടുതൽ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമുക്ക് ഇനിയും വിജയിക്കാനുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്, ഇനിയും കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് കുറെ കൊണ്ടുപോവാണ്ട് എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ ലഭിക്കുമെങ്കിലും നമ്മളത് വളരെ കൃത്യമായിട്ട് നമ്മളെ ആക്ഷൻസ് എടുത്തുകൊണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്. ഡിസിപ്ലിൻ എന്ന കാര്യം നമ്മൾ പലപ്പോഴും ഇപ്പൊ നമ്മളുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകണം. പ്രത്യേകിച്ച് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഇടപഴകുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ സമയം നിയന്ത്രിക്കാൻ നമുക്ക് ചിലപ്പോൾ പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ അനിയന്ത്രിതമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. നമ്മൾ ഈ ഓൺലൈൻ സെഷനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒരുപാട് ആളുകൾ കേട്ട കാര്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പക്ഷെ ഇത് പുതുമയുള്ള കാര്യമല്ലെങ്കിലും നമ്മളുടെ വീട്ടിലുള്ള, നമ്മളുടെ പരിസര പ്രദേശത്തുള്ള ആളുകൾക്ക്, നമ്മളുടെ മക്കൾക്കും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാനാണ് നമ്മൾ പലപ്പോഴും പല ആളുകളെയും നമ്മൾ പഠിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗം കുറക്കണം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്നുള്ള തരത്തിലേക്ക് ഒരു വിഭാഗം ആളുകൾ അത്തരത്തിലാണ് സോഷ്യൽ മീഡിയനെ കാണുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ഇത്രത്തോളം വളർന്ന കാലത്ത് നമുക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇല്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ബോധ്യമുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റിൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ വളരെ ട്രെയിൻഡ് ആയിരിക്കണം. നമ്മൾ കൃത്യമായ സമയ ക്രമീകരണം വെച്ച് നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് അറിവാണെങ്കിൽ അത്തരത്തില്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തുകൊണ്ട് മറ്റുള്ളതൊക്കെ ഒഴിവാക്കാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളുടെ സമയം ക്രമീകരിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിക്കൊണ്ട്, നമുക്ക് ആഗ്രഹം ഉണ്ട് എന്ന് പല ആളുകളും പറഞ്ഞു. ഇതിൽ പല ആളുകളും വായിക്കുന്ന ആളുകളുണ്ട്, വായിക്കാൻ പ്ലാൻ ചെയ്ത ആളുകളുണ്ട്. നമ്മളെ കൂടെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ വായിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലും ഇങ്ങനത്തെ ട്രെയിനിങ് സെഷനിലൊക്കെ മാത്രമേ നമുക്കിപ്പോൾ വായിക്കുന്ന ആളുകളെ കാണാൻ കിട്ടുള്ളൂ. അപ്പോ വായന നിർബന്ധമായിട്ടും നമ്മൾ ഇല്ലാത്ത ആളുകള് തീർച്ചയായിട്ടും നമ്മൾ വായിക്കണം, വായന തുടങ്ങണം. കുറച്ചെങ്കിലും
അല്പമെങ്കിലും നമ്മൾ വായന തുടങ്ങി ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് കൂട്ടി കൊണ്ടുവന്ന് വായന നമ്മൾ ശീലമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്തെല്ലാമാണോ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്, നമ്മളുടെ പ്ലാൻ എന്താണ്, അതിലേക്കൊക്കെയുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മളുടെ മുന്നിൽ ഇപ്പൊ ഈ ഒരു ക്യാമറ ഓൺ ആക്കിയ ആളുകൾക്ക്, അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് നെഞ്ഞത്ത് കഴിവെച്ചിട്ട് സംസാരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ ചിന്തിച്ചു നോക്കുക, എന്താണ് എൻ്റെ പോരായ്മ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, നമ്മളുടെ കുറവുകൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ കേട്ട കുറേ കാര്യങ്ങളായിരിക്കും നമ്മളെങ്ങനെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, അത് ചെയ്യണ്ട, ഇനിയിപ്പോൾ അത് നടക്കൂല. ബഷീർ ഖാനെ പോലൊക്കെ ഉള്ള വളരെ കുറഞ്ഞ ആളുകളാണ് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഞാൻ സത്യസന്ധമായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുന്നു, എനിക്ക് ഹെൽത്തി ഓക്കെയാണ് എന്ന് പറയുന്ന ആളുകൾ. മറ്റുള്ള ആളുകളൊക്കെ നമ്മളിങ്ങനെ ഇന്നെ കൊണ്ടത് സാധിക്കൂല, ഇനിയിപ്പോൾ ഞാൻ പോണ, അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് പറഞ്ഞിട്ട് നമ്മൾ മാത്രമായിരിക്കും നമ്മളുടെ ലിമിറ്റേഷൻസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, ഇങ്ങനെ ഇന്നെ കൊണ്ട് ഞാൻ കഴിയില്ല എന്നുള്ളത്. അപ്പൊ നമ്മളുടെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിക്കണ്ടേ. അതിന്റെ യഥാർത്ഥ നമ്മളുടെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യേണ്ട ആളുകൾ നമ്മൾ മാത്രമാണ്. നമ്മൾ കുറേ കേട്ട കഥകള്, കണ്ട കഥകള്, അറിഞ്ഞ കഥകളൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഇന്നെ കൊണ്ട് സാധിക്കൂല എന്നുള്ള തരത്തിൽ നമുക്കൊരു ഒന്ന് സ്ലിം ആവണം, ആരോഗ്യം ഒന്ന് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരാള് ഒരു നല്ല ഹെൽത്തി ആയി നിൽക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? ഒന്ന് ടൈപ്പ് മെസ്സേജോ അല്ലെ വോയിസിലോ ഒന്ന് പറയാൻ കഴിയുമോ? ഡിസിപ്ലിൻ വേണം, ഫുഡ് കഴിക്കണം, നല്ല ഫുഡ് കഴിക്കണം അല്ലേ, എക്സസൈസ്, ഡയറ്റ് ഫുഡ് വേണം, വാട്ടർ, ഉറക്കം കൃത്യമായി വേണം, നല്ല വെള്ളം കുടിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ഹൈജീനിക് ആയിരിക്കണം, ദിവസവും കുളിക്കുകയും ക്ലീൻ ആയിരിക്കണം. വെരി ഗുഡ്. മെന്റൽ കാം ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാം. ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ എന്ത് കാര്യവും. നമ്മളെ പോലുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇതിൽ നമ്മൾ വീക്കാണോ എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളൊന്നും കൂടെ നമ്മളുടെ മനസ്സാക്ഷിയുടെ അടുത്ത് ചോദിക്കണം. പലതരത്തില് സാമ്പത്തിക പ്രയാസം, അതല്ലെങ്കിൽ ടൈമില്ല, അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന ആളുകളാണ്. പക്ഷെ ഇതിന് നമുക്കൊരു ഉത്തമ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് നമ്മളൊന്ന് എഴുതി നോക്കുക എന്നുള്ളതാണ്. നമ്മൾ സാമ്പത്തിക പ്രയാസവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടി എനിക്കതിന് എത്തിപ്പെടാൻ സമയമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ കൃത്യമായിട്ടൊരു പെന്നും പേപ്പറും വെച്ചിട്ട് നമ്മൾ എഴുതി നോക്കുക. എനിക്ക് കിട്ടുന്ന വരുമാനം, എൻ്റെ ചെലവുകൾ, സാമ്പത്തിക പ്രയാസമാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സമയത്ത് എത്തിപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഓരോരോ പോയിന്റുകളായിട്ട് നമ്മൾ എഴുതി വെച്ചാൽ നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും ഭയങ്കര ഞാൻ എഴുതേണ്ട ആവശ്യമില്ല, എനിക്കിതൊക്കെ അറിയാന്നുള്ളത്. നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എഴുതിയ ആളുകൾ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ എക്സ്പെൻസുകൾ എഴുതുന്ന, നിങ്ങളുടെ കാര്യങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ എന്താ ഞാൻ ചെയ്യുന്നതെന്നുള്ള ഒരു ദിവസത്തെങ്കിലും കാര്യങ്ങൾ എഴുതുന്ന, കഴിക്കുന്ന ഭക്ഷണം എഴുതി നോക്കി ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ യെസ് എന്നുള്ളത്. യെസ്, ദിവ്യ വെരി ഗുഡ്, താങ്ക് യു. ബഷീർക്ക് എഴുതിയിട്ടുണ്ട്. ഷീന മാം താങ്ക് യു വെരി മച്ച്, നോ എന്ന് പറഞ്ഞതിന്. യെസ്, ഓക്കെ, താങ്ക് യു വെരി മച്ച്.
ഒരുപാട് ആളുകൾ എഴുതിയവരുണ്ട്, എഴുതാത്ത ആളുകളുണ്ട്. എഴുതാത്ത ആളെടുത്ത് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഒന്ന് എഴുതി നോക്കുക എന്നുള്ളതാണ്. ഒന്ന് എഴുതി നോക്കുക, വളരെ കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും. ഇത് ആർക്കും കാണിച്ചു കൊടുക്കണമെന്നില്ല, വളരെ സത്യസന്ധമായിട്ട് എഴുതിയാൽ മതി. അതുപോലെ തന്നെ എഴുതിയ ആളുകൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തൊന്ന് ഈ ഒരു സൊല്യൂഷൻ പറഞ്ഞു നോക്കുക. നമ്മളുടെ ടൈം മാനേജ്മെന്റ് ആണെങ്കിൽ ടൈമിന്റെ പ്രയാസമാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറയാ. ആ ആളുകളുടെ അടുത്ത് ഒന്ന് എഴുതി നോക്കാൻ പറയാം, ഏതെല്ലാം സമയത്തിനാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, സാമ്പത്തികപരമായിട്ടൊക്കെ പ്രയാസം പറയുന്ന ആളുകളെടുത്ത് കൃത്യമായിട്ട് അവരുടെ വരുമാനവും അവരുടെ എക്സ്പെൻസും, അത് വരുമാനം വരുന്ന സമയം എപ്പോഴാന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ എക്സ്പെൻസ് എപ്പോഴാന്നുള്ളത്, നമുക്ക് കറണ്ട് ബില്ല് അടക്കുന്നതിന്, നമ്മൾ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന ആളുകളാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ഫീസ്, ഭക്ഷണത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഡേറ്റ് ടു ഡേറ്റിൽ വളരെ കൃത്യമായിട്ട് നമ്മളൊന്ന് എഴുതി നോക്കാൻ പറയാം. അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മളുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരൊറ്റ ദിവസത്തിൽ ചെയ്താൽ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് അതിലുള്ള പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടെ ആക്ഷൻസ് എടുക്കാൻ കഴിയും. അപ്പൊ എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള ഈ ഒരു ട്രെയിനിങ് സെഷനിലുള്ള ആളുകളെടുത്ത് വളരെ കൃത്യമായിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളത്, നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെഷനിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളുടെ എല്ലാവിധ എഫേർട്ട് കൊടുത്തിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. നിങ്ങളോ നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളടുത്തോ പറയാനുള്ളത്, നമ്മളുടെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യേണ്ട ആളുകൾ നമ്മൾ മാത്രമാണ്. ഈ ജീവിതത്തിൽ ഈ ലോകത്ത് മറ്റൊരാൾക്കും നമ്മളുടെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളൊന്നൊരു വ്യക്തിക്ക് മാത്രമാണ് നമുക്ക് നമ്മളുടെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യാൻ കഴിയുക. ഞാൻ ഒരു മൈക്ക് കണ്ടാൽ അല്ലെങ്കിൽ ഒരു 3 ആളുകളോടോ 4 ആളുകളോടോ നിന്നിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരു കാരണവശാലും മൈക്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ പ്രോഗ്രാമിന് പോവാത്ത ഒരാളായിരുന്നു. കഴിഞ്ഞ 39 വയസ്സ് വരെ ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഇന്ന് 41ാമത്തെ വയസ്സിൽ ഇന്ന് നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ JC എന്ന സംഘടനയിലൂടെ EPS എന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത്, ഈ EPS എന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് തന്നെ ഞാൻ അവിടെ ആളില്ലാത്തത് കൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പറയണം, അങ്ങനെ ഒരു കോഴിക്കോട് നിന്ന് ഒരു വലിയൊരു ട്രെയിനർ വരുന്നുണ്ട്, പ്രമോദ് സാർ എന്ന് പറഞ്ഞ ട്രെയിനറായിരുന്നു അന്ന് വന്നിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു വലിയ ട്രെയിനറാണ്, അപ്പൊ അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മോശമാണ് ആളില്ലെങ്കിൽ, അപ്പൊ അതുകൊണ്ട് വരാന്ന് പറഞ്ഞ കുറച്ച് ആളുകളൊന്നും വന്നിട്ടില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് വന്നിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും പണമടക്കാതെ പോയിരുന്നതാണ്. അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ഇങ്ങോട്ട് രക്ഷപ്പെടാന്ന് കരുതിയിട്ട് പോയി. ചെന്ന സമയത്ത് ആ ഒരു ട്രെയിനറുടെ അസാധ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അമാനുഷിക ശക്തിയിൽ ഞങ്ങളൊക്കെ വീണുപോയി. ഒരു 20ഓളം ആളുകൾ പങ്കെടുക്കുന്ന ട്രെയിനിങ്ങിൽ ഞങ്ങളൊരു 7 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ ട്രെയിനിങ് സെഷന്, ആദ്യത്തെ ട്രെയിനിങ്ങിന് ഇരിക്കുകയാണ്. അന്ന് തൊട്ടിട്ട് തുടങ്ങിയ യാത്ര ഇന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് JCന്റെ ഒരു ട്രെയിനറായി മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹവും അതുപോലെ തന്നെ എന്നെ ട്രെയിൻ ചെയ്ത എൻ്റെ ഗുരുക്കന്മാര്, എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ വലിയൊരു പങ്കുണ്ടെങ്കിലും എൻ്റെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ മാനസികപരമായിട്ട് തയ്യാറായതുകൊണ്ടാണ്. കാരണം എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഞാൻ ഉപയോഗിച്ചു, കോൺഫിഡൻ്റ് ആയിട്ട് ഞാനത് പറയാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മാറിയത്. അതുകൊണ്ട് ഈ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളുടെ അടുത്ത് എനിക്ക് വളരെ സ്നേഹത്തോടു കൂടെ ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മളുടെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യേണ്ട ആളുകൾ നമ്മൾ മാത്രമാണ്. ദിസ് ഈസ് അവർ ടൈം. ഇന്നാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ആളുകളെടുത്ത് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൺഫിഡൻ്റ് ആവും. എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം, ഇതിനൊക്കെയുള്ള കപ്പാസിറ്റി, കോൺഫിഡൻ്റ് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കോൺഫിഡൻ്റ് ആവും. നമ്മൾ കോൺഫിഡൻ്റ് ആകുമ്പോൾ നമ്മൾ എന്താവും, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. പലതും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങും. ഈ സമയത്ത് നമ്മൾ നമ്മളുടെ സമയ ക്രമീകരണങ്ങളിലൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മൾ ആരോഗ്യമാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പരിപാലിക്കണം.
അതുപോലെ തന്നെ വ്യായാമം ചെയ്യാത്തപ്പോൾ വളരെ നന്നായിട്ട് ഈ ഒരു സെഷനിൽ നല്ലൊരു മെഡിറ്റേഷൻ്റെ സെഷൻ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് സ്നേഹത്തോടു കൂടെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ആരോഗ്യ പരിപാലനം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്യുന്ന ആളുകൾ കണ്ടിന്യൂ ചെയ്യുക. അവനവനെ കൊണ്ട് കഴിയുന്നത്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്താണോ അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അത് വളരെ കൃത്യമായിട്ട് ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിലുള്ള ആളുകളുടെ അടുത്തും നമ്മൾ വളരെ കൃത്യമായിട്ട് വ്യായാമം എന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളിങ്ങനെ പരാതികൾ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞു, നമ്മൾ മാത്രമാണ് ഈ ആക്ഷൻസ് എടുക്കേണ്ടത് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻസ് ആണ് അപ്പോൾ എടുക്കുന്നത്. ഈ ആക്ഷൻസ് ആണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. നമുക്കൊക്കെ പല കാര്യങ്ങളും നമുക്ക് ഉള്ളിലുണ്ട്, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. പരാതികൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാണ്, മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാണ്. ഇതൊക്കെ നിർത്തിയിട്ട് നമ്മളടുത്തുള്ള സാധനം വളരെ കൃത്യമായിട്ട്, പണമാണെങ്കിലും സൗഹൃദമാണെങ്കിലും സമയമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ നമ്മളടുത്ത് ഉണ്ട്. ആ സാധനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ കൂടെയുള്ള ആളുകളടുത്തും ഇത്തരത്തിലുള്ള നന്മയാർന്ന മെസ്സേജുകൾ പാസ് ചെയ്യുക, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ജോയിൻ ചെയ്യാൻ പറയുക. മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ള ആളുകൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഇങ്ങനത്തെ ഒരു അവസരം നൽകിയ നിങ്ങളത്തെ ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരുപാട് ഓഡിയൻസിൻ്റെ അടുത്ത്, നല്ല കോൺഫിഡൻ്റ് ആയ ഒരു ടീമിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ അവസരം നൽകിയ ഇതിൻ്റെ ഈ ഒരു സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നല്ലൊരു സെഷൻ ആയിരുന്നു. ടീമും നല്ല രീതിയിൽ തന്നെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇനി ഫീഡ്ബാക്ക് സെഷൻ ആണ്. സോ എന്താണ് ഇന്നത്തെ സെഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഷീല മാം. ഓക്കെ, തീർച്ചയായിട്ടും മൊയ്തീൻ സാർ നല്ലൊരു സെഷൻ ഒന്നുകൂടെ കണ്ണ് തുറപ്പിച്ചു. ആക്ഷൻ ആക്ഷൻ ആക്ഷൻ, റൂൾ സെറ്റ് ചെയ്യുക, ആക്ഷൻ എടുക്കുക. നമുക്ക് എന്താണ് ലിമിറ്റേഷൻസ് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. എന്നിട്ട് ആ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ചിന്തിക്കുക. അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും അഡ്വൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വൈസ് എടുത്തുകൊണ്ട് അതിന്റെ ആക്ഷനിലേക്ക് പോയി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് നേടാം എന്നാണ് സാർ പറഞ്ഞതിൽ നിന്നും മനസ്സിലായത്. നല്ലൊരു, പിന്നെ എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ടിപ്പ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മൾ എഴുതാറുണ്ടെങ്കിൽ പോലും കൂടെ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി അതിൽ കിട്ടി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് എഴുതി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആകും. നമ്മുടെ പോരായ്മകൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാകും. അതനുസരിച്ച് മാറ്റി നമുക്ക് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുമെന്നാണ് സാർ പറഞ്ഞു തന്നത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബഷീർ സാർ പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ഞങ്ങള് 90% ഇതുവരെ പാലിച്ചു പോകുന്ന കുറെ സിസ്റ്റംസ് സാർ ഒന്നും കൂടി ഞങ്ങളെ റിഫ്രഷ് ചെയ്ത് തന്ന് ഞങ്ങൾക്ക് വീണ്ടും അത് നമ്മൾ ഇതുവരെ ചെയ്തത് കറക്റ്റ് വേ ആണ് എന്ന് സാറിന്റെ ക്ലാസ് കൂടി ഒന്നും കൂടി ഞങ്ങളെ ബോധ്യപ്പെടുത്തി. താങ്ക് യു വെരി മച്ച് സർ. നല്ല ക്ലാസ്, നല്ല കോൺഫിഡൻ്റ് ആയ ക്ലാസ്, എനർജറ്റിക് ആൻഡ് കോൺഫിഡൻറ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ടൈമില്ല. സോ ടീം നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാനുള്ളത് പെട്ടെന്ന് പറയാം. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ഹഫ്നിസ മാം. ഹലോ മാം. മാജിക് മോർണിംഗ് സാറ്. ഈ ഇത് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അഗ്രി ചെയ്യണം. അതായത്
നമ്മുടെ പ്രോബ്ലംസ് എല്ലാം എഴുതാൻ തയ്യാറാവുകയാണെങ്കിൽ അത് നമ്മുടെ 50% നമ്മളൊരു ആക്ഷൻ ടേക്കറായി മാറുമെന്ന് പറയുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എഴുതി കഴിയുമ്പോൾ ഒരു ക്ലാരിറ്റി വരികയും ക്ലാരിറ്റി വരുന്നത് വഴി നമുക്ക് ആക്ഷൻ എടുക്കാനുള്ളൊരു മോട്ടിവേഷനും ഒരു അത് ചെയ്ത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഒരു ധാരണയും വരുന്നത് വഴി നമ്മൾ ചെയ്യാനുള്ളൊരു ആ മടിയൊക്കെ മാറിയിട്ട് ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആക്ഷൻ ടേക്കേഴ്സ് അങ്ങനെ ചെയ്യാൻ ആക്ഷൻ എടുക്കണമെന്ന് താല്പര്യമുള്ളവർ ആദ്യമായിട്ട് സാർ പറഞ്ഞ പോലെ എഴുതാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് ഡെഫിനറ്റായിട്ട് നമ്മളെ ഒരു ആ ഒരു മടിയും അലസതയൊക്കെ മാറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് തയ്യാറാവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുവാണ്, എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഞാനത് ഒന്ന് അക്നോളജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. Okay, thank you, Ranjit sir. Thank you so much. Good morning. Yes, Mani sir, പറഞ്ഞോളൂ. മജീദ് സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളിലെ പോരായ്മകൾ മനസ്സിലാക്കി അത് ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു തന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളിൽ ഒരു പുരോഗമനം വരുത്താനും നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനും ഉതകുന്ന രീതിയിലുള്ള നല്ലൊരു സെഷൻ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയി ആക്ഷൻ എടുക്കുക എന്നുള്ള ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഒരു ആക്ഷനാണ് നമുക്ക് ആവശ്യം. അതിന് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ സ്വയം എഴുതി വെക്കുകയും ജേണലിൽ എഴുതി നമ്മളെ പോരായ്മ മനസ്സിലാക്കുകയും ചെയ്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്ത് കിട്ടാനും വിജയത്തിലേക്ക് മുന്നേറാനും ഉതകുന്ന രീതിയിലുള്ള ഒരു നല്ല ക്ലാസ് തന്നെയായിരുന്നു. അത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കുക, മറ്റത് ഒഴിവാക്കുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും സാറ് പറഞ്ഞത് വളരെ നന്നായി. താങ്ക് യു വെരി മച്ച് സാർ. നല്ല ക്ലാസ് ആയിരുന്നു. Okay, thank you, Mani sir. Thank you so much. Divya ma'am. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്സിന് വളരെ എനർജറ്റിക് ആയ ക്ലാസ് ആയിരുന്നു മോർണിംഗിൽ തന്നെ നമുക്ക് കിട്ടിയത്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എഴുതാറുണ്ട് ഇങ്ങനെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കായാലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് എഴുതി നോക്കാറുണ്ട്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കിട്ടാറുണ്ട്. വിത്തിൻ 1 day അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായാലും നമുക്കത് കിട്ടാറുണ്ട്, അതിന്റെ സൊല്യൂഷൻസ് എങ്ങനെ നമുക്കത് ചെയ്യണം എന്നുള്ളത്. പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ, പിന്നെ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവാനായിട്ട് ഏറ്റവും എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എഴുതി നോക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കി നിന്ന ആളായിരുന്നു ഞാൻ. പിന്നീട് നമ്മൾ ഈ ഒരു ടു ഡു ലിസ്റ്റ് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ആ ടൈം മാനേജ്മെന്റിന്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ആദ്യം സമയമില്ല എന്നൊരു തോന്നൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അത് ഒരുപാട് ഒഴിവായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു ക്ലാസ്. Okay, thank you, Divya ma'am. Thank you so much. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. സോ സർ എന്ത് തോന്നുന്നു ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് സാറിന്? കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് നിങ്ങളടുത്ത് പല ആളുകളും ചിലപ്പോൾ പക്ഷെ ഭയങ്കര നന്നായിട്ടുണ്ട്, ഉഷാറാണ്, അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് മാർവലസ്. ഇത് ഇപ്പൊ ചില ആളുകളൊക്കെ നമ്മൾ പറയല്ലോ ഈ ഓൺലൈൻ സെഷനിൽ വന്നിട്ട് നന്നായിരുന്നു, അടിപൊളിയാണെന്നൊക്കെ പറയുന്ന എത്രത്തോളം സത്യസന്ധമായിട്ട് പറയാന്നറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ നെഞ്ഞത്ത് കൈവച്ചിട്ട് വളരെ സത്യസന്ധമായിട്ട് പറയുന്നു, ഇതില് മെമ്പർമാരുടെ എണ്ണല്ല നമ്മളൊരു ഇതില് എനിക്ക് തോന്നുന്നു 30-ൽ താഴെയുള്ള ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഉള്ള ആളുകള് ഭയങ്കര കോൺഫിഡന്റ് ഉള്ള ഒരു വലിയൊരു നല്ല സമൂഹത്തിനെ വാർത്തെടുക്കാൻ കഴിയുന്ന ആളുകളാണ് ഇതിലുള്ള ആളുകൾ. ഈ ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോമില് ഞാൻ 5:30 എന്ന് പറഞ്ഞ സമയം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്ന് പേടിച്ചിരുന്നു. കാരണം ഈ ആളുകളടുത്ത്
ഞാൻ എന്ത് പോയിട്ടാ പറയാന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വളരെ ബേസ് ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രയാസമില്ലാത്തൊരു ടോപ്പിക് വന്നിട്ട് ഞാൻ സംസാരിച്ച് സത്യത്തിൽ ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവാണ്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ഞാൻ ഈ ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് സംസാരിച്ചില്ല അത് ഞാൻ ചെയ്യുന്ന ഒരു അപരാധമാണല്ലോ. അപ്പോ നിങ്ങളിൽ നിന്നും എനിക്കൊരുപാട് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇതിലുള്ള ബഷീർ ഖാന്റെ പേരാണ് എനിക്ക് ആകെ പറയാൻ കിട്ടുന്നുള്ളൂ. വേറെ മണിസാറെ പോലെയൊക്കെയുള്ള ഒരുപാട് ഭയങ്കര കോൺഫിഡന്റ് ആയ ആളുകൾ, ഒരുപാട് ആളുകൾ ക്യാമറ ഓണാക്കാത്ത ആളുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ ചെറുപ്പക്കാരുണ്ട്. ഒരു മിസ്ഹബ തോന്നുന്നു, കുറച്ചൊരു യങ് ഒരാളെ കണ്ടു ഞാൻ. അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ ഇതിലുണ്ട്. ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ വലിയ ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് നല്ല നിലയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇറ്റ്സ് എ റോൾ മോഡൽ. ഈ ഒരു സംവിധാനം, ഈ ഒരു ട്രെയിനിങ് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകും. ഇതെങ്ങനെ എന്നുണ്ടോ? യെസ്, സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ട്രെയിനിങ് ഉണ്ടായിരിക്കും. മെഡിറ്റേഷൻ എല്ലാ ദിവസവും വരുന്നുണ്ട്. മെഡിറ്റേഷൻ എന്നും ഒരേ ആളാണോ മെഡിറ്റേഷന് വരുന്നത്? അതെ, റെക്കോർഡ് മെഡിറ്റേഷൻ ആണ്. എങ്ങനെ? റെക്കോർഡ് മെഡിറ്റേഷൻ ആണ്. റെക്കോർഡ് മെഡിറ്റേഷൻ ആണ്. ഓക്കെ ഫൈൻ. ഡിഫറെന്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ആയിരിക്കും. അമേസിങ്. ഞങ്ങളുടെ ഇവിടെ നാട്ടിലുള്ള ഒരു കോഫി ടോക്ക് എന്ന് പറഞ്ഞ ഇവിടുത്തെ JC സോൺ 28 സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷെ അതിൽ മെഡിറ്റേഷൻ ഒന്നും ഇത് ഈ മെഡിറ്റേഷൻ എന്നുള്ള സങ്കല്പം അടിപൊളിയായിട്ടുണ്ട്. അത് സൂപ്പർ. ദർ ഇസ് നോ വേർഡ്സ്. നിങ്ങൾ ചരിത്രത്തില് ഇടം നൽകാൻ പോകുന്ന പേര് എഴുതി വെക്കാൻ പോകുന്ന ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഗോ ഹെഡ്. മെമ്പർമാരുടെ എണ്ണം കണ്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അത് വെച്ചിട്ട് വെറിയിടാതെ. നടത്തുന്ന ആളുകൾ കുറവാണല്ലോ അല്ലെങ്കിൽ ഇത്രയൊക്കെ ആളുള്ളൂ എന്ന് കരുതരുത്. ഉള്ള ആളുകളെ 25 ആളുകളാണ്, അത് മതി. അത് ക്രീമാണ്. ആ ഒരു സാധനമാണ് നമുക്ക് കിട്ടേണ്ടത്. എന്തായാലും ഗോ ഹെഡ്. നിങ്ങൾക്ക് എന്തായാലും ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയും. ലോകത്തിൽ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയും. ചരിത്രത്തിലൊക്കെ ഇടം നേടി സാറേ. ചരിത്രത്തിൽ ഇടം നേടിയില്ലേ? 2000 ദിവസം ആകുന്നു. ഞങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്തു കക്കടാംപൊയ്കയില്. അതാണ് പറഞ്ഞത് ബഷീർ സാർ നേരത്തെ പറഞ്ഞത്. 2 ദിവസം ഞങ്ങൾ ഭയങ്കര ചിരിക്കായിരുന്നു എന്നുള്ളത് അല്ലേ? അതെ. അല്ല, നമ്മൾ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുന്ന പോലെ നമ്മുടെ കൂടെ ഉള്ള ആളുകൾ ഇങ്ങനെ വളർത്താൻ കഴിയും. നിങ്ങളുടെ ഈ കോൺഫിഡന്റിന്റെ മുന്നിൽ മറ്റുള്ള ഒരുപാട് ആളുകൾ ഞെട്ടിപ്പോകും. സത്യത്തിൽ ഇത്രയും കോൺഫിഡന്റ് എവിടുന്നാ കിട്ടുക എന്നുള്ളത്. അത് ഈ ഒരു ട്രെയിനിങ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ രാവിലെ നടക്കുന്ന മെഡിറ്റേഷൻ, നിങ്ങളുടെ ഈ ഒരുമിച്ചുള്ള ഇരുത്തം, ഇതൊക്കെ വലിയൊരു കാര്യമാണ്. ജീവിതത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ആണ് അതുകൊണ്ടൊക്കെ ഉണ്ടാവുക. എന്തായാലും അമേസിങ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ശില മാം പറഞ്ഞതുപോലെ 2000 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നതിന്റെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ആ ഒരു പ്രൗഡ് മൊമെന്റിലാണ് അന്ന് അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഹാപ്പി, നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് സാറിന്റെ ഈ ഒരു വാക്കുകളൊക്കെ കേട്ടപ്പം. ഇതിൽ ഫസ്റ്റ് മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് ബഷീർ സാറ്, മണി സാറ്, ഇവരൊക്കെ. അതായത് 1 മുതലേ ഉള്ളവരാണ്. വേറെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പം ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്ന ആയിരുന്നു. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ സർ. ബഷീർ സർ. Thank you Mojin Shah, thank you all. I'm leaving. Okay, thank you sir, thank you all. Thank you so much. Bye. Okay, have a nice day. Bye all. Bye. Thank you all. Bye. Thank you. അവസരം നൽകിയത് thank you.
ഗുഡ് മോർണിംഗ്. ബി മാജിക് കഴിഞ്ഞ് ലെഫ്റ്റ് ആയി.